Hello all. Today Learn and Learn is in front of you with a simple and beautiful poem. ഇന്ന് നമുക്കൊരു പോയം പഠിക്കാം. പോയത്തിൻ്റെ പേര് അറ്റ് ദ ലാഹോർ കഹായ് വിച്ച് ഇസ് റിട്ടൺ ബൈ ഇംതിയാസ് ധാർക്കർ. ഇംതിയാസ് ധാർക്കറിനെ പറ്റി ഒന്ന് നോക്കാം അല്ലേ. ഷീ ഈസ് എ ഫേമസ് പോയറ്റ്, ഫിലിം മേക്കർ ആൻഡ് ആർട്ടിസ്റ്റ്. ഷീ ഈസ് ബോൺ ഇൻ പാകിസ്ഥാൻ ആൻഡ് ഗ്രൂ അപ്പ് ഇൻ സ്കോട്ട്ലൻഡ്. She was married to Anil Dharker, an Indian writer, and lived in Mumbai for some time. Her second marriage was to Simon Powell, the founder of popular series of poetry reading for children in the UK. നമ്മൾ പോയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇംതിയാസ് ധാർക്കറിൻ്റെ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓൾറെഡി പറഞ്ഞു, നമ്മൾ പാകിസ്ഥാനിലാണ് അവർ ജനിക്കുന്നത്, പിന്നീട് സ്കോട്ട്ലൻഡിൽ അവർ വളർന്നു. ഇന്ത്യൻ റൈറ്ററായ അനിൽ ധാർക്കറെ വിവാഹം ചെയ്ത് കുറേ നാൾ അവർ മുംബൈയിൽ താമസിച്ചിരുന്നു. പിന്നീട് അവരുടെ സെക്കൻഡ് മാരേജിന് ശേഷം, അതായത് സൈമൺ പൗവൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ടായിരുന്നു അവരുടെ സെക്കൻഡ് മാരേജ്. അതിനുശേഷം അവർ UK സെറ്റിലായി. അപ്പം ഇവരുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഒരു മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓക്കെ, സോ ഹർ മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് പ്ലേസ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ ഇൻ ഹർ റൈറ്റിംഗ്. They deal with the freedom, geographical and cultural dislocation, identity crisis and problems faced by the diaspora everywhere. Religious conflicts and feminism are also often the theme of her poems. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ അവരുടെ മിക്സഡ് കൾച്ചറൽ ഹെറിറ്റേജ് അവരുടെ റൈറ്റിങ്സിലൊക്കെ ശക്തമായ ഒരു റോള് കൈകാര്യം ചെയ്തിരുന്നു. അവരുടെ റൈറ്റിങ്സ് മിക്കവാറും ഫ്രീഡത്തെ പറ്റിയും ജോഗ്രഫീസിനെ പറ്റിയും കൾച്ചറൽ ഡിസ്ലൊക്കേഷനെ പറ്റിയും ഐഡൻറ്റിറ്റി ക്രൈസിസിനെ പറ്റിയും ഒക്കെ ആയിരുന്നു. കൾച്ചറൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് കൾച്ചറൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡയസ്പോറ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നോ അതിനെപ്പറ്റിയൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ മറ്റ് തീമുകൾ റിലീജിയസ് കോൺഫ്ലിക്ട്സ്, ഫെമിനിസം, ഇവയൊക്കെ അവർ ഈസിയായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. അവരുടെ മറ്റു വർക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ പർദ ആൻഡ് അതർ പോയംസ്, പോസ്റ്റ് കാർഡ്സ് ഫ്രം ഗോഡ്, ഐ സ്പീക്ക് ഫോർ ദ ഡെവിൾ, ദ ടെററിസ്റ്റ് അറ്റ് മൈ ടേബിൾ, ലിവിങ് ഫിംഗർ പ്രിൻറ്റ്സ്, ഇവയൊക്കെയാണ് അവരുടെ മറ്റ് ഫേമസ് ആയിട്ടുള്ള പോയംസ്. അപ്പം നമുക്കിന്ന് പഠിക്കാനുള്ളത് അറ്റ് ദ ലാഹോർ കഹായ് എന്ന് പറഞ്ഞ ഒരു പോയമാണ്. നമ്മൾ പോയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പോയത്തിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. ദ പോയം ഇസ് സെറ്റ് ഇൻ ദ റെസ്റ്റോറൻറ്റ് ഇൻ നോർത്ത് വെസ്റ്റ് ലണ്ടൻ. ലണ്ടനിൽ നോർത്ത് വെസ്റ്റേൺ ഏരിയ, ആക്ച്വലി പറയുകയാണെങ്കിൽ വെംപ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെ റെസ്റ്റോറൻ്റാണ് ലാഹോർ കർഹായ്. ഈ ലാഹോർ കർഹായ് റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡിപിക്സ് ദ നൊസ്റ്റാൾജി ഓഫ് അൻ ഇമിഗ്രൻറ്റ് ഫോർ ഹർ ഹോം ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് കൺവേഡ് ത്രൂ ദ മെറ്റഫോർ ഓഫ് ഫുഡ്. ഇത് ഒരു ഇമിഗ്രൻറ്റിന് തൻ്റെ ഹോംലാൻഡിനോട് തോന്നുന്ന ഒരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ പോയതിൽ പറഞ്ഞു വെക്കുന്നത്. ഫുഡ് മെറ്റഫറിലൂടെയാണ് ഈ ഒരു നൊസ്റ്റാൾജിക് മൂഡ് കൺവേ ചെയ്തിരിക്കുന്നത്. ദ അക്യൂട്ട് സെൻസ് ഓഫ് ലോങ്ങിങ് ഫോർ വൺസ് റൂട്ട് ദാറ്റ് ഇറ്റ് ഇവോക്സ് ഇസ് സഫ്യൂസ്ഡ് ഓൾ ത്രൂ ദ പോയം. അപ്പോൾ തൻ്റെ വേരുകൾ തേടി പോവുക, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ വന്ന് തൻ്റെ വേരുകളിലേക്ക് ഒരു യാത്രയാണ് പോയറ്റ് ഇതിലൂടെ നടത്തുന്നത്. ജസ്റ്റ് ഫുഡ് മെറ്റഫറിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ, സൺഡേ, when we pile into the car and set off with a purpose, a pilgrimage across the city to Wembley, the Lahore Karhai. Lunch service has begun, no beer, we are Muslim. But the morning sun squeezed into juice, and Yad na jaye on the 2-in-1. On the Grand Trunk Road, thundering across Punjab to Amritsar, this would be a dhaba where the truck drivers pull in, swearing and sweating, full of lust for real food, just like home. നമുക്ക് പോയത്തിൻ്റെ ഇത്രയും ഭാഗം ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സൺഡേ ഇസ് ദ ഡേ ഓൺ വിച്ച് ദ ഇമിഗ്രൻസ് ഫ്രം ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഗ്യാദർ ഇൻ ലാഹോർ കഹായ് റെസ്റ്റോറൻറ്റ് ഇൻ നോർത്ത് വെസ്റ്റ് ലണ്ടൻ, വെംപ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വെംപ്ലിയിൽ ലാഹോർ കർഹായ് റെസ്റ്റോറൻറ്റിലാണ് ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇമിഗ്രൻസ് ആയ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും എല്ലാം സൺഡേസിലാണ് എസ്പെഷ്യലി ഈ ലാഹോർ കർഹായ് റെസ്റ്റോറൻറ്റിൽ വിസിറ്റിന് പോകുന്നത്. The speaker uses the term pilgrimage to refer to the visit to the restaurant, which means eating together with the members of diasporic community is almost a spiritual and religious experience. നമ്മുടെ സ്പീക്കർ ഇവിടെ പിൽഗ്രിമേജ് എന്നൊരു ടേം യൂസ് ചെയ്തിരുന്നത് ശ്രദ്ധിച്ചോ. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം അല്ലേ. തീർത്ഥാടനം എന്ന് പറയാൻ കാരണമുണ്ട്. അതായത് ഈറ്റിംഗ് ടുഗെദർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റി, ഡയസ്പോറയിൽപ്പെട്ട പല കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമായിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിക്കും അവർക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് എക്സ്പീരിയൻസ് പോലെയാണ് അവർക്ക് തോന്നിയിരുന്നതെന്ന് പറയുന്നു. സോ ലാഹോർ കർഹായ് വിസിറ്റ് നമ്മുടെ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിൽഗ്രിമേജ് തന്നെയായിരുന്നു, ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു. ദ ലഞ്ച് സർവീസ് ഹാഡ് സ്റ്റാർട്ടഡ് ആൻഡ് ദേ സോ മെനി സിപ്പ് എ ബിയർ. ബീങ് മുസ്ലിംസ്, ദ പോയറ്റസ് ആൻഡ് ഹെർ കമ്പാനിയൻസ് സേ നോ ടു ദ ബിയർ. അപ്പോൾ ലാഹോർ കർഹായിൽ നമ്മുടെ പോയറ്റ് എത്തിയപ്പോഴത്തേക്കും ലഞ്ച് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ കണ്ടു, പല ആൾക്കാരും അവിടെ ബിയറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവർ പറയുകയാണ്, ബീങ് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിയർ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ദ എൻജോയ് ദ വാംത്ത് ഓഫ് ദ മോർണിംഗ് സൺ ആൻഡ് ഓഫ് ദ മ്യൂസിക് ഓഫ് എ ക്ലാസിക് ഇന്ത്യൻ ഫിലിം സോങ് യാത് ന ജായ് ഇൻ എ റേഡിയോ കം കാസറ്റ് പ്ലെയർ 2-in-1.
ലാഹോർ കർഹായിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമല്ല ഹോംലാൻഡിനെ പറ്റി ഒരു ഓർമ്മ അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ തോന്നുന്നത്. അവിടുത്തെ മൊത്തം ആംബിയൻസ് അങ്ങനെയാണ്. നമ്മുടെ പോയിട്ട് ഇവിടെ പറയാണ് മോർണിംഗ് സണ്ണിൻ്റെ വാംത്തൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ റെസ്റ്റോറൻറ്റിൽ. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഒരു പഴയ ഇന്ത്യൻ ക്ലാസിക്കൽ ഫിലിം സോങ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാദ്ന ജായി എന്നുള്ളത്, അവിടെ ഒരു റേഡിയോ കം കാസറ്റ് പ്ലെയറിൽ. അവിടുത്തെ മൊത്തം എയർ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ശരിക്കും തോന്നിക്കുന്ന രീതിയിലൊരു ഫീലാണ് അവിടെ ഉണ്ടാവുക. The poetess is in a nostalgic mood and she remembers the Grand Trunk Road from Punjab to Amritsar. The smell of the continental food makes her think that the restaurant in Wembley to Punjabi dhaba. The truck drivers are far away from home used to have food from dhaba. Those truck drivers drenched in sweat swearing getting down at the dhaba with an expectation to get food that tastes like home. നമ്മുടെ പോയിട്ട് നല്ലൊരു നൊസ്റ്റാൾജിക് മൂഡിലാണ്. ലാഹോർ കർഹ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ആൾ ശരിക്കും ഒരു പഞ്ചാബി ധാബയിൽ ഇരിക്കുന്ന പോലൊരു ഫീലാണ് ആൾക്ക് തോന്നുന്നത്. അതായത് പഞ്ചാബ് ടു അമൃത്സർ റൂട്ടിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ സൈഡുകളിലായിട്ട് ഒരുപാട് പഞ്ചാബി ധാബാസ് ഉണ്ട്. ഒരുപാട് ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ വരുന്നതാണ് ഇത്തരം ധാബകളൊക്കെ. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കും ഇത്തരം ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ. ശരിക്കും അവർക്ക് സ്വന്തം ഹോംലി ഫീൽ തരുന്നു ഇത്തരത്തിലുള്ള ധാബാസിലെ ഫുഡ് എന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. അതുപോലെ തന്നെയാണ് തനിക്കും ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് താനും തൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ എവിടെയോ ആണ് എന്നൊരു ഫീല് നമ്മുടെ പോയറ്റിന് തോന്നുമെന്ന് അവർ പറയുന്നു. ഇനി പോയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. Hauling our overloaded lives the extra mile. We are truckers of other kind, looking hopefully years away from Sialkot and Chandigarh for the taste of our mother's hand in the cooking. So we have arrived at this table. The Lahore runaway, the Sindhi refugee with his beautiful wife who prays each day to Krishna, keeper of her kitchen and her life, the Englishman too young to be flavoured by the Raj, the girls with the silky hair wearing confident air of Bombay. നമുക്ക് നോക്കാം. The poet remembers that they are also like the truck drivers who are far away from their home with overloaded lives. നമ്മുടെ പോയിട്ട് ജസ്റ്റ് ചിന്തിക്കുകയാണ്, ഞങ്ങളും ഈ പറഞ്ഞ പോലെ ട്രക്ക് ഡ്രൈവേഴ്സിനെ പോലെയൊക്കെ തന്നെയാണ്, ജീവിതഭാരവും ചുമലേറ്റി വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറി ഇപ്പോൾ ജീവിക്കുകയാണ്. ഇറ്റ്സ് ഇയേഴ്സ് സിൻസ് ദേ ലെഫ്റ്റ് സിയാൽക്കട്ട് ഓർ ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ഒക്കെ വിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ദ പീപ്പിൾ ഹു ഗ്യാദർ ഇൻ ദ റെസ്റ്റോറൻറ്റ് ആർ ഓൾ ഇന്ത്യ ഓർ പാകിസ്ഥാനി ഡൊമിസിൽസ് ഹങ്കറിംഗ് ആൻഡ് തേഴ്സിംഗ് ഫോർ ദ ടേസ്റ്റ് ഓഫ് ദെയർ മദേഴ്സ് ഹാൻഡ് ഇൻ കുക്കിംഗ്. ഇപ്പോൾ തനിക്ക് ചുറ്റും ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. തങ്ങളുടെ അമ്മമാരുണ്ടാക്കി വെക്കുന്ന ആഹാരത്തിൻ്റെ സ്വാദ് അന്വേഷിച്ച് അത് കഴിക്കാനുള്ള വിശപ്പും ദാഹത്തോടും കൂടി വന്ന് കാത്തിരിക്കുന്ന ആൾക്കാരാണ് തനിക്ക് ചുറ്റുമെന്ന് പോയിട്ട് ഓർക്കാണ്. ദേ ഹാവ് സീറ്റഡ് ദംസെൽഫ് അറ്റ് എ ടേബിൾ. അങ്ങനെ നമ്മുടെ പോയിട്ട് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വന്നിരിക്കുകയാണ്. ദ റെസ്റ്റോറൻറ്റ് ഈസ് ഫ്രീക്വൻറ്റഡ് ബൈ ഇമിഗ്രൻസ് ഫ്രം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ കുറേ ആൾക്കാരും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. ദ ഡൈനേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ക്രോസ് സെഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ തന്നെയുള്ള പല സെഷനിലുള്ള ആൾക്കാരാണ് തങ്ങളുടെ ടേബിളിന് ചുറ്റും അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതെന്ന് നമ്മുടെ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഷീ സോ എ സിന്ധി റെഫ്യൂജി ഫ്രം ബോംബെ വിത്ത് ഹിസ് ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് ദ വണ്ടർഫുൾ ഡോട്ടേഴ്സ് വിത്ത് സിൽക്കി ഹെയർ അറ്റ് നിയർ ബൈ ടേബിൾ. അപ്പോൾ തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്നത് ഒരു സിന്ധി റെഫ്യൂജിയാണ്, അതായത് ബോംബെയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വൈഫും അതുപോലെ തന്നെ രണ്ട് സുന്ദരിമാരായ പെൺകുട്ടികളുമുണ്ട്, നല്ല സിൽക്കി ഹെയറൊക്കെയുള്ള കുട്ടികൾ. The group in the restaurant is cosmopolitan, consisting of people from India, Pakistan and UK. നമ്മുടെ പോയിട്ട് പറയാണ്, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മാത്രമല്ല UK യിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാരുണ്ട്. എ പോസ്റ്റ് കൊളോണിയൽ യങ് ഇംഗ്ലീഷ്മാൻ ഈസ് ഓൾസോ ദെയർ, ബട്ട് ഹി ഈസ് ടു യങ് ടു റിലേറ്റ് ടു ദം ആസ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് രാജ് ബിക്കോസ് ഹി വാസ് ബോൺ ആഫ്റ്റർ ദ കൊളനൈസേഴ്സ് ഹാഡ് ലെഫ്റ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വിച്ച് മീൻസ് ഹി ഈസ് ഫ്രം UK. അപ്പോൾ അടുത്ത ടേബിളിൽ തന്നെ ഒരു ഇംഗ്ലീഷ്മാൻ ഉണ്ട്. അവൻ ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ളവനൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടൻ സിറ്റിസൺ തന്നെയായിരിക്കും. ഇനി നമുക്ക് പോയതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ദ വിൻ്റർ വി ഹാവ് ലേൺ ടു വിയർ അവർ പാസ്റ്റ് ലൈക്ക് സമ്മർ ക്ലോത്ത്സ്. യെസ്, എ ഗ്രേറ്റ് ഡേ, എ ഫീസ്റ്റ്. വി സ്വൂപ്പ് ഓൺ എ ഫാമിലി ഓഫ് ഡിഷസ്. ദ തർക്കർ ദാൽ ഈസ് ആൻഡ് ഹമീദ. ദ കഹായ് കോസ്റ്റ് ഈസ് ഖാല അമീന. ദ ഗജർ ഹൽവ ഈസ് അപ്പ റഷീദ. ദ വാം നാൻ ഈസ് യു. മൈ ഹാൻഡ് സ്റ്റോപ്സ് ഹാഫ് വേ ടു മൈ മൗത്ത്. ദ സൺഡേ ലൈറ്റ് ഹാസ് ലോക്ക്ഡ് ഓൺ ഓൾ ഓഫ് അസ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. They all wear their past in this winter like summer clothes, which means they cannot forget their homeland and its culture. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിട്ട് പറയുകയാണ്, ഈ ഒരു വിൻ്ററിൽ ഞങ്ങൾ സമ്മർ ക്ലോത്ത്സ് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോംലാൻഡിൻ്റെയും കൾച്ചറിനെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ പാസ്റ്റിൽ തന്നെ ഞങ്ങൾ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നു. ബിയോണ്ട് ടു സാറ്റിസ്ഫൈ വൺസ് ബയോളജിക്കൽ നെസസിറ്റി ഫുഡ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ മെക്കാനിസം ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അത് കറക്റ്റ് അല്ലേ? അതായത് ഒരു ബയോളജിക്കൽ നെസസിറ്റി അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനപ്പുറം ഫുഡ് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്.
അല്ല, ഓരോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ ഫുഡ് കൾച്ചറാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ, എ ഫെസ്റ്റീവ് ഡേ ഫോർ ദം. അവർ നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ശരിക്കും ഒരു ഫെസ്റ്റീവ് ഡേ ആണ്. ഞങ്ങളൊരു ഹോൾ ഫാമിലി ഓഫ് ഡിഷസ് തന്നെ ഓർഡർ ചെയ്തു. തർക്ക ദാല്, കഹായ് കോസ്റ്റ്, ജഗ ഹലുവ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണുകൾക്കും മൂക്കിനുമൊക്കെ ഉത്സവമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ദേ റിമൈൻഡ് പോയിറ്റ് അബൌട്ട് ദ വിമൺ ഹു യൂസ് ടു പ്രിപ്പയർ ദോസ് ഡിഷസ് ബാക്ക് ടു ഇൻ ഹോം സച്ച് എസ് ആൻഡ് ഹമീദ, അമീന ആൻഡ് റഷീദ. പോയിട്ട് പറയാണ്, ഈ ഡിഷസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് പണ്ട് വീട്ടിലായിരിക്കുമ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്ന ആൻറ്റിമാരെയൊക്കെയാണ്. അപ്പോൾ ഓരോ ഡിഷിനെ കാണുമ്പോൾ ഓരോ ആൾക്കാരുടെ പേര് വെച്ച് ഓർത്തെടുക്കുകയാണ്. ഇന്ന ഡിഷ് കാണുമ്പോൾ ആൻറ്റി ഹമീദേനെ ഓർമ്മ വരുന്നു, ഇത് മറ്റൊരു ഡിഷ് കാണുമ്പോൾ അമീനാനെ ഓർമ്മ വരുന്നു, മറ്റൊരു ഡിഷ് കാണുമ്പോൾ റഷീദേനെ ഓർമ്മ വരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ മറ്റൊരു ലൈൻ പറയുന്നുണ്ട്, ദ വാം നാൻ ഈസ് യു. അപ്പോൾ ദ ലൈൻ വാം നാൻ ഈസ് യു ഇൻ ദ പോയം ഈസ് ആംബിഷ്യസ്. സോ വി കനോട്ട് പിൻ പോയിന്റ് ടു ഹൂം ദ പോയറ്റ് ഈസ് അഡ്രസ്സിങ്. ചിലപ്പോൾ കമ്പാനിയൻ ആവാം, അല്ലെങ്കിൽ റീഡർ തന്നെ ആവാം. ഇനി നമുക്ക് പോയത്തിൻ്റെ അടുത്ത ലൈൻസിലേക്ക് പോവാം. The honor's smiling son, the cook at the hot kebabs, Kharthar, Rohini, Robert, Aisha, Sankham, I, bound together by the bread we break, sharing out our continent. These are the ways of remembering. Other days, we may prefer Chinese. അങ്ങനെ ഈ വരിയോടുകൂടി നമ്മുടെ പോയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ വരികളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഓണേഴ്സ് സ്മൈലിംഗ് സൺ, ദ കുക്ക് അറ്റ് ദ ഹോട്ട് കെബാബ്സ്, ഖർത്തർ, രോഹിണി, റോബർട്ട്, അങ്ങനെ കുറേ ആൾക്കാരുടെ പേരിവിടെ നമ്മുടെ പോയറ്റ് മെൻഷൻ ചെയ്യുകയാണ്. വിച്ച് മീൻസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റിലുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകളുണ്ട്, അങ്ങനെ പലരും, അതായത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കഹായ് റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ദ ഓൾ ആർ ബൗണ്ട് ബൈ ദ മെമ്മറീസ് ഓഫ് ദ സബ് കോണ്ടിനെൻ്റൽ പാസ്റ്റ്. അവരുടെ പാസ്റ്റ് മെമ്മറീസ്, അല്ലെങ്കിൽ അവരുടെ പഴയ നാടിനെ കുറിച്ചുള്ള മെമ്മറീസാണ് ഇവരെല്ലാവരെയും ഇവിടെ ബൗണ്ട് ചെയ്തിരിക്കാൻ കാരണം. ഡെസ്പൈറ്റ് ഹാവിംഗ് ബീൻ അപ്രൂട്ടഡ് ഫ്രം ദ നേറ്റീവ് സോയിൽ and transplanted in an alien land, their original identity is integrated in the deep psyche. അതായത് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ വേരോടെ പിഴുതുമാറ്റി മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും ദർ ഒറിജിനൽ ഐഡൻറ്റിറ്റി ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദ ഡീപ്പ് സൈക്കി. അവരുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി, തങ്ങൾ ബിലോങ് ചെയ്യുന്ന കൾച്ചർ ഏതാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കോണ്ടിനെൻ്റൽ കൾച്ചർ ഏതോ, അവരുടെ ഡീപ്പ് സൈക്കിയിൽ അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ പോയറ്റ് അവസാനിപ്പിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ലെറ്റ് സി, ഷി റാപ്സ് ബൈ സെയിങ് ദാറ്റ് ദ ആക്ടിവിറ്റീസ് സച്ച് ആസ് ദീസ് ഹെൽപ്സ് ഹർ ടു റിമെമ്പർ ദ ലോങ് ഫോർഗോട്ടൻ പാസ്റ്റ്. തങ്ങളുടെ മറന്നു തുടങ്ങിയ പാസ്റ്റിനെ പറ്റി ഓർത്തെടുക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസോടു കൂടിയാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ഡേ മാറ്റി വെക്കുന്നു. സാധാരണ മറ്റ് ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചൈനീസാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പോയത്തിലുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡയസ്പോറിക് കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും ഫുഡിൻ്റെ മെറ്റഫറിലൂടെ നമ്മുടെ പോയറ്റ് വളരെ വ്യക്തമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ദ പോയറ്റ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്സ് ഹർ ടു ഡു ജസ്റ്റിസ് ടു ദ ഇമോഷൻ ആൻഡ് ഫീലിംഗ്സ് ഷി ഹാഡ് ട്രൈ ടു എക്സ്പ്രസ് ത്രൂ ദ പോയം. ശരിക്കും ഈ പോയത്തിലൂടെ അവർ അവതരിപ്പിച്ചത് അവരുടെ തന്നെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അതിന് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു അവതരണമായിരുന്നു. In this poem, Imtiaz Dharker can be read through the frame of intertangled relationship between food, culture and identity. ഇത് ഫുഡിനെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇതിൽ കൾച്ചർ ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, ഇവയെല്ലാമാണ്. ഫുഡ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ദ വേ വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി റിലേറ്റ് ടു ഫുഡ് പ്രാക്ടീസ് ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു അവർ ഐഡൻറ്റിറ്റി. ആഹാരവും അത് കഴിക്കുന്ന രീതിയും എല്ലാം ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സദ്യ, ഇലയിലൂണ്, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ദ ട്രഡീഷൻ ആൻഡ് നൊസ്റ്റാൾജിയ ഈസ് സച്ച് എ ഫാക്ട് ദാറ്റ് എൻകംപാസസ് വിത്തിൻ ഇറ്റ്സെൽഫ് അൺപാരലൽ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ദാറ്റ്സ് വൈ പീപ്പിൾ ലൈക്ക് ഹർ, ട്രക്കേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഗോ ഫോർ സച്ച് എ പിൽഗ്രിമേജ് വൺസ് ഇൻ എ വൈൽ. തൻ്റെ നാടും സംസ്കാരവും ആഹാരശീലവും എല്ലാം മെമ്മറീസായി കിടക്കുന്നതുകൊണ്ട് തന്നെയാവാം ഇംതിയാസ് ധാർക്കർ പറയുന്നു, ഞങ്ങളും മറ്റൊരു തരത്തിലുള്ള ട്രക്കേഴ്സാണ്, ഞങ്ങൾ ഒരിക്കലെങ്കിലും ഇത്തരം പിൽഗ്രിമേജിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നും. അങ്ങനെ ഒരു പ്രവാസിയുടെ നൊസ്റ്റാൾജിക് പോയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് മൈ ക്ലാസ്. താങ്ക് യു.